ഹലോ ഗൈസ്, ഐ എം സിത്താര. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതാ ഗൈസ്, നമുക്ക് കുറച്ച് സാധനം മേടിക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. കാരണം നേരത്തെയും ഞാനൊന്ന് പുറത്ത് പോയി വന്ന കാരണം ഫേസിൽ അത്യാവശ്യം കുറച്ച് മേക്കപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ വാപ്പ വന്ന് ഫോണിൽ വീഡിയോസൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ സ്വത്തുമണീനെ മാറ്റി ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ അടിപൊളിയായിട്ട് മാറ്റി വന്നിട്ടുണ്ട് ആള്. അപ്പോൾ ക്യാമറയിൽ നോക്കി ടാറ്റ കൊടുക്കാൻ പറയാം കേട്ടോ. ബൈ ബൈ, ഓക്കെ ബൈ. നീ ഉമ്മ കൊടുക്ക്, ഉമ്മടാ. അങ്ങനെ സ്വത്തുമണി ഇതാ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു. ഉമ്മ വരാൻ പറഞ്ഞിട്ടൊന്നും തരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് ഗൈസ്. അപ്പോൾ വാപ്പ കേട്ടോ വണ്ടി ഓടിക്കണത്. അപ്പോൾ നമ്മൾ നേരെ പോണത് നമ്മൾ അജിഫാനക്കാണ്. നമ്മൾ നട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൊണ്ട് തന്നെ കേട്ടോ വരല്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമുക്ക് ഈത്തപ്പഴം മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അജിവ ഈത്തപ്പഴം കേട്ടോ ഗൈസ് നമ്മൾ മേടിക്കണത്. അത് നല്ല ഈത്തപ്പഴമാണ് പറഞ്ഞു. അപ്പോൾ ഓക്കെ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കൂടുതലൊന്നും എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഗൈസ്. എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. ഓരോ സാധനം കാണുമ്പോൾ നമുക്ക് എടുക്കണം തോന്നും ഗൈസ്. പക്ഷേ റേറ്റ് കാണുമ്പോൾ നമ്മളത് വിചാരിക്കും ഓ വേണ്ട പിന്നെ നോക്കാമെന്ന്. പിന്നെ വരലുണ്ടാവില്ല ഗൈസ്. നമുക്കുണ്ടല്ലോ എന്തെങ്കിലും കാണുമ്പോൾ എടുക്കാൻ ഭയങ്കര ആഗ്രഹിക്കാറ് കേട്ടോ. കാരണം അത്രയും ഭംഗി ഉണ്ടാവും, കാണാൻ നല്ല രസം ഉണ്ടാവും. ചിലപ്പം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഭംഗി കാരണം നമുക്ക് എടുക്കാൻ തോന്നുമല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോരാണ് കേട്ടോ ഗൈസ്, സാധനമൊക്കെ മേടിച്ചിക്കാണ്ട്. അപ്പം എൻ്റെ കൂടെ അനിയത്തി ആയിട്ടുള്ളത്. അനിയത്തി ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെതാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ അതാ ഞങ്ങൾ രണ്ടാൾക്കും ഒരു ഡ്രസ്സ് മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാനിപൂരി കടൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വത്തുമണിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയമ്മ അടങ്ങിയിരിക്കണില്ല കേട്ടോ. അങ്ങനെ വാപ്പ ഓനെടുത്തിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് അനിയത്തി പോയിട്ട് പാനിപൂരി മേടിച്ച് വരുന്നുണ്ട്. പാനിപൂരി പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയാണ്. അങ്ങനെ പാനിപൂരിയൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഗൈസ്. നിങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. നമ്മളെ പ്രീതിന് മുമ്പിലുള്ള പാനിപൂരി ഉണ്ട് ഗൈസ്, അടിപൊളിയാണ്. പിന്നെ അതാ നമ്മളിങ്ങനെ പോരാണ്. സ്വത്തുമണിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകേണ്ട ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മൾ അവിടെ അവിടേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴെങ്കിൽ സ്വത്തുമണി കയ്യിൽ കിട്ടുന്നത് ഫുള്ള് വലിച്ചിടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഒരു ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ള അമൂലിൻ്റെ. അത് അടിപൊളിയാണല്ലോ ഗൈസ്. പിന്നെ ഇതാ ഗൈസ്, ഒത്തുമണി വന്നതിനെ ചോദിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ പമ്പേഴ്സ്. ഞാൻ പമ്പേഴ്സാണ് എടുക്കൽ. ഇന്ന് എന്തായാലും മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതില്ലാതെ കഴിയൂല ഗൈസ്, ഒരു ദിവസം പോലും പറ്റൂല കേട്ടോ. ഇത് പിന്നെ സ്ഥിരമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മേടിച്ചിട്ട് ബില്ലാക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഗൈസ് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് കുട്ടീനെ കണ്ടത് ഗൈസ്. നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല രസം കിട്ടും. എൻ്റെ സ്വത്തുമണിക്ക് ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ആ കുട്ടി പോയി നമ്മൾ സാധനമൊക്കെ ബില്ലാക്കിയിട്ട് ഇതാ തിരിച്ചു പോരുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്യണത് ഇതാ ഗൈസ്, നമ്മൾ ഈ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അജിഫാൻ്റെ ഹണി കേക്ക് ആണ് കേട്ടോ ഗൈസ്. ഞാൻ മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു 1 year മുമ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്പൂണില്ലാന്ന്